പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീകാന്തിൻ്റെ സകല കള്ളത്തരങ്ങളും വിക്രം പൊളിച്ചടുക്കി വേദയെ തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അന്നേരമാണ് ശ്രീകാന്തിൻ്റെ ഉള്ളിൽ ഭയം കൂടുന്നത്. താൻ ചെയ്ത സകല ചതിയുടെയും തെളിവുകൾ വിക്രമിൻ്റെ കയ്യിലുണ്ട് എന്നും അവൻ തന്നെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കുമെന്നുള്ള ചിന്ത അവനെ വല്ലാതെ വേട്ടയാടി. ഇനി വിക്രം ജീവിച്ചിരുന്നാൽ തൻ്റെ കാര്യം കട്ടപ്പുകയാണെന്നും വേദയുമായി ഒരു നിമിഷം പോലും അവൻ സന്തോഷമായി കഴിയാൻ സമ്മതിക്കില്ല എന്നും ശ്രീകാന്ത് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവൻ ചന്ദ്രശേഖരനുമായി ചേർന്ന് വാസവനെ കാണാൻ പോയി. അപ്പുറത്ത് ശ്രീകാര്യം ശ്രീനിവാസൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ഓടി നടക്കുകയാണ്. തൻ്റെ സ്വാധീനവും ആൾബലവും വെച്ച് ജനങ്ങൾക്കിടയിൽ വലിയൊരു പേര് തന്നെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യുവാക്കളെ പാർട്ടിയുടെ ഭാഗമാക്കാൻ വേണ്ടി വിക്രമിൻ്റെ കൂടെ സഹായം കിട്ടിയതോടുകൂടെ ശ്രീനിവാസൻ പല വമ്പൻ പ്ലാനുകളും ഇടും. താൻ ജയിക്കുമെന്ന ഫുൾ കോൺഫിഡൻസിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഈ സമയത്തിന് MLA വാസവൻ ചന്ദ്രശേഖരനോടും ശ്രീകാന്തിനോടും പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ചെയ്തത് വലിയ മണ്ടത്തരമാണെന്നാണ്. ആ ശ്രീനിവാസൻ ഇലക്ഷൻ ജയിക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം. കാരണം അവൻ്റെ കൂടെ ഒരു വലിയ പട യുവാക്കളും അവനെ വിശ്വസിക്കുന്ന കുറേ ജനങ്ങളുമുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ഒരു വലിയ ഐഡിയ ഇടുകയാണ്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, വിക്രമിനെ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് തട്ടണം. എന്നിട്ട് ആ കുറ്റം നേരെ ശ്രീനിവാസൻ്റെ തലയിൽ അങ്ങ് കെട്ടിവെക്കണം. പക്ഷേ വാസവൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്നെയും ബാധിക്കുന്ന കാര്യമാണ്. ഞാനും ഒരു മത്സരാർത്ഥിയല്ലേ, ജയിക്കണമെന്ന ആഗ്രഹം എനിക്കുമുണ്ട്. ഇങ്ങനെയായാൽ ചിലപ്പോൾ എനിക്ക് തന്നെ പണി കിട്ടും. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു. അതിന് എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാനും ഞങ്ങൾ റെഡിയാണ് എന്നൊക്കെ പറയും. അന്നേരം വാസവൻ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി, പക്ഷേ കൊലപാതകമൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ കൂടെയുള്ള ഗുണ്ടകളെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. അവരെ കൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. ഇത് കേട്ടതും ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറയാണ്, ഞങ്ങൾക്ക് അത്രയും മതി, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറയും. വാസവൻ തിരക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നു പോയതും ശ്രീകാന്ത് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ, ഇവനെയും വിക്രമിനെയും ഒതുക്കാം, ഇത് മാത്രം മതി. വാസവൻ്റെ ഗുണ്ടകൾ വിക്രമിനെ തീർക്കുമ്പോൾ അത് ചെയ്തത് വാസവനാണെന്നേ എല്ലാവരും പറയുള്ളൂ. അതോടെ വിക്രമിൻ്റെ ശല്യം എന്നേക്കുമായി തീരും. എൻ്റെ അനിയത്തിയെ വേണമെന്ന് പറയുന്ന ആ വരുണിൻ്റെ ശല്യവും തീർന്നു കിട്ടും. വാസവനും അഴിക്കുള്ളിലായിരിക്കുമെന്നൊക്കെ പറയാണ്. എൻ്റെ 2 അനിയത്തിമാർക്കും നല്ലൊരു ലൈഫ് കിട്ടും. ഇങ്ങനൊരു ചാൻസ് ഇനി ഒരിക്കലും കിട്ടില്ല അച്ഛാ. അന്നേരം ചന്ദ്രശേഖരൻ അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മുൻപത്തെ പോലെ അവസാനം പിടിക്കപ്പെടരുത്. വിക്രമിനെ നിനക്കറിയാലോ, അവൻ നിന്നെ കൊണ്ട് ഈച്ച എണ്ണിക്കും. ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ അവൻ എന്നെ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. എന്നെ പൂട്ടാനുള്ള സകല തെളിവുകളും അവൻ്റെ കയ്യിലുണ്ട്. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ തന്നെ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നാളെ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യണം. വിക്രമും വേദയും ഒരുമിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നടന്നിരിക്കണമെന്ന് പറയാണ് ചന്ദ്രശേഖരൻ. അങ്ങനെ വിക്രമും വേദയും ആ വീട്ടിൽ സുധാകര മാഷിനും കമലത്തിനും വലിയ സന്തോഷമാണ് നൽകുന്നത്. അവർ അവരെ അത്രമേലധികം സ്നേഹിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നന്ദിനിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല. അവൾ വന്ന് കൽപ്പിക്കുന്നുണ്ട്, ഇപ്പം ഏതായാലും വിക്രം തിരികെ വന്നതോടുകൂടെ തന്നെ അച്ഛനും അമ്മക്കും ഇളയ മകനോടും മരുമകളോടുമാണ് കൂടുതൽ സ്നേഹം. അമ്മയ്ക്കിപ്പോൾ ഏതായാലും ഇളയ മരുമകളെ മാത്രം മതിയല്ലോ. ഞാനും ശ്രീചേച്ചിയൊക്കെ വീടിന് പുറത്താണല്ലോ. ഈ വീട്ടിൽ ആദ്യം കാലെടുത്തത് വെച്ചത് ശ്രീചേച്ചിയാണ്. അത് കഴിഞ്ഞ് പിന്നെ വന്നത് ഞാനാണ്. അവരോടില്ലാത്ത സ്നേഹമാണല്ലോ ഇപ്പോൾ വേദിയോട്. എല്ലാവരെയും ഒരുപോലെ കാണാൻ നോക്കണം. ഉടനെ തന്നെ സുധാകര മാഷ് മറുപടി കൊടുത്തു, എനിക്ക് എൻ്റെ മരുമക്കൾ 3 പേരും ഒരുപോലെ തന്നെയാണ്. നന്ദിനി, നീ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കാനൊന്നും നോക്കണ്ട. നിനക്കും വിനായകനും ഇതൊക്കെ കാണുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ കഴിയണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും മാറാമെന്ന് പറയണം മാഷേ. അത് കേട്ടതോടുകൂടി തന്നെ നന്ദിനി ആകെ ഞെട്ടിപ്പോയി. ഓ, അപ്പോൾ ഞാനും വിനായകേട്ടനും നിങ്ങൾക്കൊരു അധിക പറ്റായിയല്ലേ? വിക്രമിനോട് മാത്രമേ നിങ്ങൾക്കിപ്പോൾ സ്നേഹമുള്ളൂ അല്ലേ? മാഷ് അന്നെന്തിനും തന്നെ കടുപ്പിച്ചു പറഞ്ഞു. നന്ദിനി, നിർത്ത്. അധികം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പലതും അങ്ങ് തുറന്നു പറയേണ്ടി വരുമെന്ന് പറയും. നിൻ്റേത് അസൂയയും കുശുമ്പും നിറഞ്ഞ മനസ്സാണ്. ഇനി ഇവിടെ ഇങ്ങനെയുള്ള വർത്തമാനമൊന്നും ഈ വീട്ടിൽ പാടില്ല. നാണം കെട്ട് നന്ദിനി പിന്നെ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി അവിടെ നിന്നും പോയി. ശേഷം മാഷ് വിക്രമിനോടും വേദിയോടും പറയുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. മലക്ക് പോയി വന്നിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? വിക്രം എന്താണ് എന്ന് ചോദിച്ച സമയത്തിന് സുധാകര മാഷ് പറയുന്നുണ്ട്, വിക്രം, നീ ആ ശ്രീനിവാസനുമായി എങ്ങനെയാണ് ബന്ധമുണ്ടായതെന്ന് എനിക്കറിയാം. അന്ന് നിന്നെ വിശ്വസിക്കാൻ എനിക്ക് പറ്റിയില്ല.
നിനക്ക് തണലായത് അദ്ദേഹമാണെന്നും എനിക്കറിയാം. പക്ഷേ ഇനി അത് വേണ്ട. ഇലക്ഷൻ പ്രചാരണവും ആ കൂട്ടുകെട്ടും നീ ഇന്നത്തോടെ അവസാനിപ്പിക്കണം. വേദയ്ക്ക് ആ വാക്ക് നീ കൊടുക്കണം. വിക്രം ഇത് കേട്ടതോടുകൂടെ തന്നെ ഒന്ന് നോക്കി. എന്നിട്ട് പറയുന്നുണ്ട്, ആ ബന്ധം പെട്ടെന്ന് അങ്ങനെ ഉപേക്ഷിക്കാനൊന്നും എനിക്ക് കഴിയില്ല അച്ഛാ. പക്ഷേ അച്ഛന് ഞാനൊരു വാക്ക് തരാം. ഇനി വഴക്കിനും തല്ലിനൊന്നും ഞാൻ ഏതായാലും പോകുന്നില്ല. എൻ്റെ പേരിൽ അച്ഛൻ ഇനി ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല. പക്ഷേ സുധാകരൻ മാഷ് വിട്ടുകൊടുത്തില്ല. വേദ നിന്റെ ഭാര്യയായി ഇവിടെ കഴിയണമെങ്കിൽ നീ മാറണം വിക്രം. അവളുടെ വീട്ടുകാർക്ക് നിന്നെക്കുറിച്ച് കുറ്റം പറയാനൊന്നും ഇടവരരുത്. വിക്രമിൻ്റെ ഭാര്യയാണ് അവളെന്ന് അഭിമാനത്തോടെ തന്നെ അവർ പറയണം. അതിനുവേണ്ടി നീ ഒരു ജോലി സമ്പാദിക്കണം. ശ്രീനിവാസൻ്റെ അടിമയായി നീ കഴിയുന്നത് വേദക്കും ഇഷ്ടമല്ലല്ലോ. കമലയും തന്നെ അത് ശരിവെച്ചു. നീ പുതിയൊരു വിക്രമാവണം മോനെ. അവളുടെ വീട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. വിക്രം ഒടുവിൽ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾക്ക് അത് സമ്മതമൂളാണ്. ശരി അച്ഛാ, ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചേക്കാം, എന്നേക്കുമായി ഉപേക്ഷിച്ചേക്കാം എന്ന് പറയും. വേദയെ നോക്കിക്കൊണ്ടായിരിക്കട്ടോ വിക്രം അത് പറയുന്നത്. വേദക്കാണെങ്കിൽ വിക്രമിൻ്റെ ആ ഒരു വാക്ക് കേട്ടതോടുകൂടെ തന്നെ വളരെയധികം സന്തോഷമായി. സുധാകരൻ മാഷും കമലമ്മയും ചിരിച്ചുകൊണ്ട് സമാധാനമായി എന്ന് പറയും. പിന്നീട് വേദ വിക്രമിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടത്തിയെടുത്തു അല്ലേ? അച്ഛനെ കൊണ്ട് പറയിപ്പിച്ചത് നീയാണോ? വേദ പറയുന്നത്, ഇല്ലാത്തത് പറയില്ലേ വിക്രം. അച്ഛൻ തന്നെ പറഞ്ഞതല്ലേ മലക്ക് പോയി വന്നിട്ട് എന്തോ പറയാമെന്ന്. എനിക്കേതായാലും വളരെയധികം സന്തോഷമായി. നിങ്ങളെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ എനിക്കിനി യാതൊരുവിധ മടിയുമുണ്ടാകില്ല എന്ന് പറയാണ് വേദ. പക്ഷേ ഒരു ജോലി വേണം. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ പരീക്ഷ എഴുതണം. വിക്രം അവളെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് തന്നെ കളിയാക്കി. പഠിക്കാനോ? ഞാനോ? അന്നേരം വേദ പറഞ്ഞു, തൽക്കാലം നമ്മൾ മാത്രം ഈ ഒരു കാര്യം അറിഞ്ഞാൽ മതി. ലാസ്റ്റ് ഇയർ എക്സാം എങ്ങനെയെങ്കിലും നിങ്ങൾ എഴുതിയെടുക്കണം. എനിക്ക് ചില പ്ലാനുകളുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കണമെങ്കിൽ ഇതൊക്കെ വേണം വിക്രം. വിക്രം വേദിയുടെ കൈ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ ചേർത്ത് പിടിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് തന്നെ ആ ഒരു കൈയങ്ങ് തട്ടിമാറ്റി അവിടെ നിന്നും ഓടി. വിക്രം അത് നോക്കി ചിരിച്ചു നിന്നു. തൻ്റെ ലൈഫിന് ഒരു സ്വപ്നം നൽകിയ വേദയെ അവൻ അത്രമേൽ സ്നേഹിച്ചു പോകുന്നു. അപ്പുറത്ത് വാസവനാണെങ്കിൽ വരുണിനോട് പറഞ്ഞു, നിന്റെയും ദീപ്തിയുടെയും കല്യാണം ഞാൻ തന്നെ നടത്തി തരും. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നടക്കും. വരുണിന് അത് കേട്ടപ്പോൾ വലിയധികം സന്തോഷമായിരുന്നു. ഇത് ശ്രീകാന്തിൻ്റെ ചതിയാണെന്ന് വാസവൻ അപ്പോഴും തന്നെ മനസ്സിലായിരുന്നില്ല. വരുൺ ദീപ്തിയെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവൾക്കത് വിശ്വസിക്കാനായില്ല. ഇവിടെ ആരും ഇതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ വരുൺ. ഏട്ടനും അച്ഛനും ഇപ്പോഴും നമ്മൾ തമ്മിൽ ബന്ധമില്ലെന്നാണ് കരുതിയിരിക്കുന്നത്. വേദ ചേച്ചിയും വിക്രമേട്ടനും മാത്രമല്ലേ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ചിലപ്പോൾ നിന്റെ അച്ഛനുമായി എൻ്റെ അച്ഛൻ സംസാരിച്ച് കാണും. ദീപ്തിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അവൾ വരുണിനോട് പറഞ്ഞു, നീ വീട്ടിൽ ഇപ്പോഴൊന്നും ചോദിക്കേണ്ട, നമുക്ക് വിക്രം ചേട്ടനെ തന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ വരുൺ വിക്രമിനെ കാണാൻ വേണ്ടി ഷോപ്പിലേക്ക് പോയി. വിവരം പറഞ്ഞപ്പോൾ വിക്രം പറയുന്നുണ്ട്, അവളുടെ വീട്ടുകാർ അങ്ങനെ സമ്മതിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല വരുൺ. നിന്റെ അച്ഛൻ അവരെ ഭീഷണിപ്പെടുത്തിയതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കാം. വരുൺ പോയി കഴിഞ്ഞപ്പോൾ വിക്രമിന് എന്തോ ഒരു സംശയം തോന്നി. അവൻ നേരെ ശ്രീകാന്തിനെ വിളിച്ചു. ശ്രീകാന്ത് പേടിച്ച് മാറി നിന്ന് ഫോൺ എടുത്തു. വിക്രം പറയുന്നത്, എന്താളിയാ പേടിയുണ്ടോ? ദീപ്തിയുടെയും വരുണിൻ്റെയും കല്യാണം ഉടനെ തന്നെ നടത്തണം. അത് നീ മുൻകൈ എടുക്കണം. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് അങ്ങ് ചൂടായി. അത് നടക്കില്ല, ഒരിക്കലും അത് നടക്കില്ല. അച്ഛൻ അത് സമ്മതിക്കില്ല എന്നൊക്കെ പറയും. അന്നേരം വിക്രം ഭീഷണിപ്പെടുത്തി, നിന്റെ അച്ഛനെ നീ സമ്മതിപ്പിക്കണം, ഇല്ലെങ്കിൽ അച്ഛനെ തട്ടിക്കൊണ്ടുപോയ തെളിവെല്ലാം തന്നെ ഞാൻ അങ്ങ് പുറത്തു വിടും. പിന്നീട് നീ അങ്ങ് ജയിലിലാവും. അച്ഛൻ നിന്നെ വെറുക്കും. ശ്രീകാന്ത് പേടിച്ചുകൊണ്ട് തന്നെ അതിനങ്ങ് സമ്മതിക്കേണ്ടി വന്നു. ശരി ശരി വിക്രം, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷേ വിക്രം പറഞ്ഞ ആ ഒരു തെളിവുള്ള ദൃശ്യങ്ങൾ തിരികെ ചോദിച്ചപ്പോൾ വിക്രം അത് ചിരിച്ചുകൊണ്ട് തന്നെ തള്ളി. ദേഷ്യം വന്ന ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. ഇനി ഒരു സെക്കൻഡ് പോലും അവൻ ജീവിക്കണ്ടാച്ചാ. വാസവനെ വിളിച്ച് ഗുണ്ടകളെ റെഡിയാക്കാൻ ഇപ്പൊ തന്നെ പറ. വിക്രം ഇനി ഒരിക്കലും ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ വേണ്ട എന്ന് തന്നെ ശ്രീകാന്ത് ഉറപ്പിച്ചു. വിക്രം വേദയോട് വരുൺ വന്ന കാര്യവും ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്തിയ കാര്യവും പറഞ്ഞു. വേദക്കതൊക്കെ കേട്ടിട്ട് പേടിയായി. ഏട്ടൻ എന്തെങ്കിലും ചെയ്യാൻ മടിക്കാത്തവനാണ്. നിങ്ങളെ അപായപ്പെടുത്താൻ വേണ്ടി നോക്കും. സൂക്ഷിക്കണമെന്നൊക്കെ വേദ വിക്രമിനോട് പറയാണ്. അന്നേരം വിക്രം അവളെ ആശ്വസിപ്പിച്ചു. ഭഗവാൻ കൂടെയുണ്ട് വേദ, നീ വെറുതെ പേടിക്കൊന്നും വേണ്ട. ഇതേ സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ വാസവനെ വിളിച്ച് നാളെ തന്നെ വിക്രമിനെ തീർക്കണമെന്ന് പറയും. വാസവൻ അതിന് സമ്മതിച്ചു. ആരും അറിയാതെ നോക്കണമെന്ന് പ്രത്യേകം പറയാണ്. രാത്രി വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഗുണ്ടകൾ അവനെ വളഞ്ഞു. വിക്രം പൊരുതിയെങ്കിലും അവർ അവനെ കീഴ്പ്പെടുത്തി മുഖം മൂടിയിട്ട് വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോയി. വിക്രമിനെ കാണാതെ വേദയും മാഷുമൊക്കെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. വേദക്കുറപ്പായിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ തൻ്റെ ഏട്ടൻ ശ്രീകാന്താണ് എന്ന കാര്യം. അവൾ അവനെ വിളിച്ച് ചോദിച്ചു, വിക്രം എവിടെയാണെന്ന്. ശ്രീകാന്ത് നേരം അഭിനയിച്ചു കൊണ്ട് തന്നെ പറയുന്നുണ്ട്, എനിക്കറിയില്ല വേദ, നീ ഇല്ലാത്തതൊന്നും എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ഞാൻ വിക്രമിനെ കണ്ടിട്ട് പോലുമില്ല എന്ന് ശ്രീകാന്ത് കള്ളം പറയും. വേദ പറയുന്നുണ്ട്, ശ്രീയേട്ടാ, നിങ്ങൾ അച്ഛനെ തട്ടിക്കൊണ്ടുപോയ കാര്യം ഞാൻ അച്ഛനോട് പറയും.
ശ്രീകാന്ത് തടി തപ്പാൻ വേണ്ടി വാസവനായിരിക്കും ഇതിന് പിന്നിലെന്ന് കള്ളം പറയാണ് വേദയോട്. വേദ ഫോൺ കട്ട് ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തു. വരുൺ അച്ഛനോട് ചോദിച്ചു, വിക്രം ചേട്ടനെ കാണാനില്ല അച്ഛ, അച്ഛനാണോ ഇതിന് പിന്നിലെന്ന് ചോദിക്കാണ് വരുൺ. വാസവൻ അവനെ വഴക്ക് പറഞ്ഞു വിട്ടു. അന്നേരം ശ്രീകാന്ത് വാസവനെ വിളിച്ച് വിക്രമിനെ താൻ തീർക്കാൻ പോകുകയാണെന്ന് പറയും. വാസവൻ അന്നേരം ആകെ കൺഫ്യൂഷനായി. ഗോഡൌണിൽ വിക്രമിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതേ സമയം വിക്രമിനെ ഗോഡൌണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ശ്രീകാന്ത് അവൻ്റെ മുഖം മൂടി മാറ്റിക്കൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, എടാ വിക്രം, നീ എന്നെ പാവയാക്കി കളിക്കാമെന്ന് കരുതിയോ? നീ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട. നിന്നെ ഇന്നത്തോടെ തന്നെ ഞാൻ തീർക്കും. നിന്നെ ഞാൻ കൊന്നുകളയെന്ന് മാത്രമല്ല, നിന്നെ കൊന്നത് വാസവൻ്റെ ഗുണ്ടകളാണെന്ന് ഞാൻ വരുത്തി തീർക്കും. അതോടുകൂടെ തന്നെ എല്ലാ ശല്യവും തീരുമെന്ന് അവൻ അഹങ്കരിച്ചു. ഇതൊക്കെ വാസവൻ്റെ ഒരു ഗുണ്ട അവിടെ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. ആ ഗുണ്ട ഉടനെ തന്നെ വാസവനെ വിളിച്ച് ഈ ഒരു ചതി പറഞ്ഞു കൊടുത്തു. വേദ അന്നേരം വാസവൻ്റെ വീട്ടിലേക്ക് ചെന്ന് കരഞ്ഞു പറഞ്ഞു, വിക്രമിനെ കണ്ടുപിടിച്ച് തരണം സർ, പ്ലീസ് എന്നൊക്കെ പറയും. ശ്രീകാന്ത് ഭീഷണിപ്പെടുത്തിയ കാര്യവും വിക്രമിൻ്റെ കയ്യിലുള്ള തെളിവുകളെക്കുറിച്ചും അവൾ പറഞ്ഞു. വാസവൻ അന്നേരം കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി. തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രീകാന്ത് മനഃപൂർവ്വം കളിച്ച കളിയാണ് എന്ന കാര്യമെല്ലാം തന്നെ വാസവൻ തിരിച്ചറിഞ്ഞു. ഉടനെ വാസവനും വരുണും വേദയും കൂടി ചേർന്ന് വിക്രമിനെ കെട്ടിയിട്ട് ആ ഒരു ഗോഡൌണിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അവിടെ ശ്രീകാന്ത് വിക്രമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗുണ്ടകളോട് ആജ്ഞാപിക്കുമ്പോഴാണ് കറക്റ്റ് സമയത്ത് വാസവൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നാൽ പെട്ടെന്ന് അവിടെ വെച്ച് വാസവനെ കണ്ടപ്പോൾ ശ്രീകാന്ത് കരുതിയിരിക്കുന്നത് വാസവൻ ശ്രീകാന്തിനെ സഹായിക്കാൻ വേണ്ടി വിക്രമിനെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ് എന്നായിരിക്കും. അവൻ പറഞ്ഞു, സർ, ഇവനെ ഇന്ന് തന്നെ അങ്ങ് തീർത്തേക്കാമെന്ന് പറയും. പക്ഷേ വാസവൻ കലിപ്പിൽ നേരിന്റെ ഗുണ്ടകളോട് ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും പിടിച്ചു കെട്ടാനാണ് പറയുന്നത്. അന്നേരം വേദ ഓടിച്ചെന്ന് ദേഷ്യത്തിൽ ശ്രീകാന്തിന്റെ കവിളത്തങ്ങ് ആഞ്ഞു തല്ലി. എൻ്റെ വിക്രമിനെ കൊന്നിട്ട് നീ സുഖമായി ജീവിക്കാമെന്ന് കരുതിയോ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിനെ അവൾ ഗർജിച്ചു. അവൾ വിക്രമിന്റെ കെട്ടഴിച്ചു കൊടുത്തു. ഇതേ സമയത്തായിരിക്കും പോലീസ് SI സാബു ശ്രീകാന്തിനെയും അച്ഛനെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ശ്രീകാന്തിനെയും അച്ഛനെയും അറസ്റ്റ് ചെയ്യാണ്. വാസവൻ വിക്രമിനോട് മാപ്പ് ചോദിച്ചുവെങ്കിലും വിക്രം ഒന്നും മിണ്ടിയില്ല. വേദ നന്ദി പറഞ്ഞ് വിക്രമിനെയും കൂട്ടിക്കൊണ്ട് തന്നെ അവിടെ നിന്നും പോവാണ്. വിക്രമിനെ രക്ഷിച്ചു കൊണ്ടുവന്ന ആ കറുത്ത രാത്രിക്ക് ശേഷം പവിത്ര വീട് പുതിയ പ്രഭാതത്തിലേക്കാണ് ഉണർന്നിരുന്നത്. ശ്രീകാന്തും ചന്ദ്രശേഖരനും അഴിക്കുള്ളിലായ വിവരമറിഞ്ഞ് സുധാകര മാഷ് ആദ്യം തകർന്നു പോയെങ്കിലും സ്വന്തം മകൻ വിക്രം നേരായ വഴിയിലേക്ക് വന്നത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമായിരുന്നു. വേദയുടെ സ്നേഹനിർഭരമായ നിർബന്ധത്തിന് വഴങ്ങി വിക്രം തൻ്റെ പഴയ പുസ്തകങ്ങളെല്ലാം തന്നെ പൊടി തട്ടിയെടുത്തു. മുറിയിൽ വിക്രം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ വേദ അരികത്തിരുന്നു കൊടുത്തിന് അവനെ കളിയാക്കുന്നതും എന്നാൽ കടുപ്പമുള്ള ഭാഗങ്ങൾ ക്ഷമയോടെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നതും ആ വീട്ടിലെ സ്ഥിരം കാഴ്ചയായി മാറി. പഴയ ഗുണ്ടായുസവും രാഷ്ട്രീയവും എല്ലാം മറന്ന് വിക്രം ഒരു സാധാരണക്കാരനായി മാറുന്നത് കണ്ട് കമലത്തിന് സന്തോഷം അടക്കാനായില്ല. ഇടയ്ക്ക് നന്ദിനി വീണ്ടും കുശുംബമായി വന്നുവെങ്കിലും മാഷിൻ്റെ കടുത്ത നോട്ടം കണ്ടപ്പോൾ അവൾ മിണ്ടാതെ അവൾ അങ്ങോട്ടേക്ക് ഉൾവലിഞ്ഞു. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. വിക്രമിൻ്റെ പരീക്ഷാഫലം വന്ന ദിവസം ആ വീട്ടിൽ വലിയൊരു ആഘോഷം തന്നെയായിരുന്നു. വിക്രം ഉയർന്ന മാർക്കോടുകൂടെ തന്നെ വിജയിച്ച വാർത്ത കേട്ട് വരുണും ദീപ്തിയും ഓടിയെത്തി. MLA വാസവൻ തൻ്റെ മുൻകാല തെറ്റുകൾക്ക് പ്രായശ്ചിത്തമെന്നോണം വിക്രം തൻ്റെ സുഹൃത്തിൻ്റെ വലിയൊരു കമ്പനിയിൽ തന്നെ മാന്യമായ ഒരു ജോലി ശരിയാക്കി കൊടുത്തു. നീ എൻ്റെ മകനെ പോലെയാണ് വിക്രം, നിന്നെ സഹായിക്കുന്നത് എനിക്കിപ്പോൾ ഒരു കടമയാണെന്ന് വാസവൻ വിക്രമിനോട് പറയാണ്. ദീപ്തിയുടെയും വരുണിൻ്റെയും വിവാഹത്തിന് വീട്ടുകാരെല്ലാം പച്ചക്കൊടി കാട്ടിയതോടുകൂടെ തന്നെ ആ വീട്ടിൽ വീണ്ടും മംഗളകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വിക്രം ജോലിക്ക് ചേരുന്ന ദിവസം മാഷിൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി അവൻ വേദയുടെ കൈയും ചേർത്ത് പിടിച്ചു. അവസാനം ദീപ്തിയും വരുണും വിവാഹവേദിയിൽ വെച്ച് എല്ലാവരെയും ഒന്നിച്ചു ചേർത്തു. ജാമ്യത്തിലിറങ്ങിയ ശ്രീകാന്ത് ദൂരെ നിന്ന് ഈ ഒരു കാഴ്ചയെല്ലാം കണ്ട് പശ്ചാത്താപത്തോടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. താൻ തകർക്കാൻ ശ്രമിച്ച വിക്രം ഇന്ന് ആ കുടുംബത്തിൻ്റെ നട്ടെല്ലായി മാറിയിരിക്കുന്നു. വേദയുടെ കണ്ണുകളിൽ വിക്രമിനെ കുറിച്ചുള്ള അഭിമാനവും സ്നേഹവും നിറഞ്ഞു നിന്നു. വിവാഹത്തിരക്കിനിടയിൽ വിക്രം വേദയെ നോക്കി പതുക്കെ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ് വേദ, ഈ യാത്ര ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ നീ കൂടെയുള്ളപ്പോൾ എനിക്കൊന്നിനെയും പേടിയില്ല. അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് തന്നെ പുതിയ ജീവിതത്തിലേക്ക് ചുവട് വെക്കുന്നതോടുകൂടെ തന്നെ പവിത്രമായ ആ ബന്ധം കൂടുതൽ സുന്ദരമായി മാറുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.